ഗാന്ധിജി രാമരാജ്യമാണ് ആഗ്രഹിച്ചത് പോലും. അതുകൊണ്ട് രാമരാജ്യമാക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ബി ഇപ്പോൾ ചോദിക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഗാന്ധിജി ഈ രാഷ്ട്രത്തിന്റെ പിതാവായത് എങ്ങനെയാണ്? ഈ രാഷ്ട്രം ഇവിടെ രൂപപ്പെട്ടത് കൊണ്ടല്ലേ? ഗാന്ധിജിയെ പോലെ മതതരത്വത്തിൽ വിശ്വസിച്ച ഈശ്വര വിശ്വാസികളുടെ നാടാണിത്. ഗാന്ധിജിയുടെ മതം ഒരിക്കലും ഈ ജനത നോക്കിയിട്ടില്ല. എന്നാൽ താരതമ്യം ചെയ്യാനാകാത്ത ഗാന്ധിജിയുടെ മൂല്യങ്ങളാണ് അദ്ദേഹത്തെ ഈ ജനതയുടെ പിതാവായി ഉയർത്തിയത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നിയമബിരുദം നേടി 20 വർഷങ്ങൾക്ക് ശേഷം 1915 ജനുവരി 9 ഇന്ത്യയിൽ കാലുകുത്തിയ ഗാന്ധിജി പിന്നെ കൊളോണിയൽ ശക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനായി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പോരാടുകയായിരുന്നു. അങ്ങനെ 1917 ബീഹാറിൽ വെച്ച് നീലം കർഷകരുടെ പോരാട്ടത്തിൽ പങ്കാളിയായി. തുടർന്ന് 1918 ഖേദ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ദന്തി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നിവ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ലക്ഷക്കണക്കിന് ജനങ്ങളെ സംയോജിപ്പിച്ച് ഗാന്ധിജി നടത്തിയത് ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിനായാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ തിരി ആളിക്കത്തിച്ച് കൊളോണിയൽ ശക്തിയെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കിയതിൽ നിർണായക പങ്കുവഹിച്ചത് ഗാന്ധിജി തന്നെയാണ്. എന്നാൽ ഗാന്ധിജിയുടെ പ്രവർത്തനം അവിടെ കൊണ്ടും തീർന്നില്ല. ഇന്ത്യക്ക് ആഘോഷകരമായി അധികാര കൈമാറ്റ ചടങ്ങുകൾ നടക്കുമ്പോൾ ഗാന്ധിജി കൊൽക്കത്തയിൽ വർഗീയ ലഹളകൾ അവസാനിപ്പിക്കാനുള്ള ഉപവാസത്തിലും പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലുമായിരുന്നു. ബി പറയുന്നത് പോലെ ഒരു മതത്തിനു വേണ്ടി മാത്രം നിലകൊണ്ട വ്യക്തിയല്ല ഗാന്ധിജി. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പകർന്ന വിശ്വാസം മരണം വരെ പിന്തുടർന്നത് എന്നത് സത്യമാണ്. എന്നാൽ ജീവിതത്തിൽ മതേതര മൂല്യങ്ങൾ ആണ് അദ്ദേഹം സമൂഹത്തിന് നൽകിയത്. സർവമത സംഭവം, അതായത് എല്ലാ മതങ്ങൾക്കും തുല്യ ബഹുമാനം, അതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായി ഗീതയും ഖുറാനും ബൈബിളും ഉയർത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു. അഹിംസയിൽ അടിസ്ഥാനമാക്കി മതഹിംസകൾക്ക് എതിരെ പോരാടി. സത്യത്തിനും സ്നേഹത്തിനുമായി നിലകൊള്ളുവാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. സർവമത പ്രാർത്ഥനകൾക്കും ഗാന്ധിജി നേതൃത്വം നൽകി. അവസാന സമയം ഗാന്ധിജി റാം എന്ന് വിളിച്ചത് ചരിത്രം പറയുന്നു. എങ്കിലും അതുകൊണ്ട് അദ്ദേഹം രാമരാജ്യത്തിന് ആഹ്വാനം നൽകിയത് തെറ്റാണ്. അദ്ദേഹത്തിന്റെ മാതാവ് പകർന്നു നൽകിയ വിശ്വാസം അവസാനം വരെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അതിനാലാണ് അദ്ദേഹം അവസാന മൊഴിയായി അങ്ങനെ ഉച്ചരിച്ചത്. എന്നാൽ മതേതരത്വ ഇന്ത്യ എന്ന അദ്ദേഹത്തിന്റെയും മറ്റു ബഹുഭൂരിപക്ഷം പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും സ്വപ്നം നാം വിസ്മരിക്കരുത്. ഇന്ത്യ ഒരു മതേതരത്വ ഇന്ത്യ ആയി നിലകൊള്ളണം എന്നുള്ള ചിന്താഗതി കൊണ്ടാണ് ഈ രാഷ്ട്രത്തിന്റെ പിതാവായി ഗാന്ധിജിയെ ഉയർത്തിയത്. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായ കറൻസി നോട്ടുകളിൽ അദ്ദേഹത്തിന്റെ മാത്രം ചിത്രം നൽകിയത് ഇന്ത്യയുടെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാൻ ഇന്നും നാളെയും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന ശക്തിയാണ് ഗാന്ധിജി. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്റെ പിന്നിലെ സംഭവം ഇതിനകം തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 2006 ഫെബ്രുവരി 2 രാജ്യത്ത് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി വരുത്തി VBG റാം ജി എന്ന പേരിലേക്ക് മാറ്റുകയാണ്. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക് മിഷൻ ഗ്രാമീൺ എന്നാണ് ഇതിന്റെ പൂർണ്ണനാമം. ഈ ബിൽ അവതരിപ്പിച്ച ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെ പറയുന്നുണ്ട്, രാമരാജ്യം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ബിൽ അവതരിപ്പിക്കുന്നതെന്ന്. എന്നാൽ ഈ ബില്ലിൽ ജനദ്രോഹപരമായ ആശയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. 2006 പാസാക്കിയ മക്രേഗ സാധാരണ ജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പ് അല്ലെങ്കിൽ ഗ്യാരണ്ടി നൽകുന്നത് ആയിരുന്നു. എന്നാൽ ഈ ബില്ല് ആ ഒരു ഉറപ്പ് നൽകുന്നില്ല. രാജ്യത്തെ തീർത്തും സാധാരണക്കാരുടെ തൊഴിൽ അനിശ്ചിതത്തിലാക്കുന്ന വിധത്തിലാണ് ഈ ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു കേന്ദ്ര പദ്ധതി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരാണ് 2006 മുതൽ ഇതിനുള്ള ഫണ്ട് നൽകിയിരുന്നത്. എന്നാൽ ഈ ബില്ല് പ്രാബല്യത്തിൽ വരുന്നതോടെ ചിലവിന്റെ 40% സംസ്ഥാന സർക്കാർ വഹിക്കണം. കേരളത്തിൽ ഈ പദ്ധതി ആശ്രയിച്ച് 22 ലക്ഷം ആളുകൾ ജീവിക്കുന്നുണ്ട്. എന്നാൽ പുതിയ ബില്ലിലൂടെ ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിക്കുവാൻ കഴിയാതെ വന്നേക്കും. അതോടെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടും. ഈ ബില്ലിൽ ആകെ മേന്മയായി പറയുന്നത് 100 ദിവസം തൊഴിൽ ദിനങ്ങൾ എന്നത് 125 ദിവസം ആക്കി വർദ്ധിപ്പിക്കുമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി അവരുടെ ജീവിതം അനിശ്ചിതത്തിലാക്കിയിട്ട് എന്തിനാണ് 25 ദിവസത്തെ വർധനവ്? ഈ പദ്ധതിയുടെ പേരും നിയമങ്ങളും കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായി പരസ്യങ്ങൾ നൽകും. എന്നിട്ട് സംസ്ഥാനങ്ങൾ ചിലവ് വഹിക്കണം എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് ഉള്ളത്? അതുമാത്രമല്ല, വേതനം നൽകാനുള്ള 60% കേന്ദ്ര സർക്കാർ നൽകില്ല. അതായത് ഓരോ വർഷവും ഓരോ സംസ്ഥാനത്തിനുമുള്ള വിഹിതം പ്രഖ്യാപിക്കും. അതിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ആളുകളെ മാത്രം ഉൾപ്പെടുത്തി പദ്ധതി കേന്ദ്രം പറയുന്നത് പോലെ നടപ്പാക്കിക്കൊള്ളണം എന്നാണ് പുതിയ ബില്ലിലെ വ്യവസ്ഥ. കേരളത്തിൽ നിലവിൽ ഏകദേശം 4000 കോടിയാണ് ഈ പദ്ധതിക്ക് ചെലവാകുന്നത്. എന്നാൽ പുതിയ ബില്ല് വരുമ്പോൾ ഏകദേശം 2000 കോടി എടുത്ത് കേരളം ചിലവാക്കേണ്ടി വരും. 2000 കോടിയിലധികം രൂപ കേരളത്തിനായി തന്നെ കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ടി വരും. എന്നാൽ ഇത്രയും രൂപ കേന്ദ്ര സർക്കാർ ബജറ്റിൽ സംസ്ഥാനത്തിനായി അനുവദിച്ചില്ലെങ്കിൽ അത് നിരവധി ആളുകളെ പുറത്താക്കുന്നതിന് ഇടയായേക്കും.
ഈ ബിൽ നിലവിൽ വന്നാൽ NDA ഇതര ഭരണം ഉള്ള സംസ്ഥാനങ്ങളോട് ഫണ്ട് അനുവദിക്കുന്നതിൽ വേർതിരിവ് കാണിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. പാർലമെന്റിൽ NDAക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഈ ബില്ല് പാസ്സാകാനാണ് സാധ്യത. ഈ പദ്ധതിയുടെ പേരിൽ നിന്ന് ഗാന്ധിജിയെ മാറ്റുന്നത് മാത്രമല്ല, ഏറ്റവും സാധാരണ ജനങ്ങൾക്കുള്ള ഒരു പദ്ധതി എന്ന നിലയിൽ ഇതിനെ അട്ടിമറിക്കുന്നതിന് ദുഃഖകരമായ കാര്യം കൂടിയാണ് ഈ ബില്ലിന് പിന്നിലുള്ളത്. സാധാരണ ജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും പങ്കുവച്ച കാര്യങ്ങൾ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇതുവരെ പറഞ്ഞത്. ത്വാത്വികമായി ചിന്തിക്കുകയും വാർത്തകൾ നിരീക്ഷിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഈ ബില്ലിനെ നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ്? കമന്റിലൂടെ പങ്കുവയ്ക്കുക. ഈ വീഡിയോയിൽ പങ്കുവച്ച ആശയങ്ങളോട് യോജിക്കുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.